പുരോചന, നമ്മുടെ സമയമായിരിക്കുന്നു. ദുര്യോധനന്റെയും കർണന്റെയും കണ്ണുകൾ ആ കൊട്ടാരത്തിലേക്ക് തിരിഞ്ഞു. ആ ഒരു നിമിഷത്തിനായി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ കണ്ണുകളിൽ ഒരു തീജ്വാല ഉയർന്നു. ആ കാട് മുഴുവൻ ആ വെളിച്ചം പടർന്നു. ശകുനിയുടെ ചുണ്ടുകളിലേക്കും അത് പടർന്നു പിടിച്ചു. ഒരു യുദ്ധം ജയിച്ച അനുഭൂതിയായിരുന്നു ദുര്യോധനനിലുണ്ടായിരുന്നത്. കർണനും അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. പെട്ടെന്നായിരുന്നു ആ ശബ്ദം അവരുടെ ആ ലോകത്തിലേക്ക് എത്തിയത്. പുരോചനന്റെ സഹായിയായിരുന്നു അയാൾ. പുരോചനൻ എവിടെ? അതിനുള്ള മറുപടി അയാൾക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കിതപ്പ് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്തുപറ്റി? ഞങ്ങൾ കത്തിക്കാനായി അവിടെ പോയി. പക്ഷേ കൊട്ടാരത്തിനകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു. പിന്നീട് പുറത്തേക്ക് കടക്കാൻ നേരമാണ് ഞങ്ങളത് കണ്ടത്. കൊട്ടാരം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഉടനടി തന്നെ ഞങ്ങൾക്ക് നേരെ 2 നിഴൽ ലക്ഷ്യം വെച്ചു വന്നു. എന്നെ മാത്രം അവർ കൊട്ടാരത്തിന് പുറത്തേക്ക് തള്ളി. ശേഷം അവർ ആ കൊട്ടാരത്തിന് തീ വെച്ചു. അതിനകത്ത് നിന്നും പുരോചനന്റെ മരണവെപ്രാളം ഞാൻ കേട്ടു. കേട്ട് നിന്ന ദുര്യോധനന്റെ രക്തം തിളച്ചു. ശകുനിയുടെ ദേഷ്യം അയാൾ ആ മനുഷ്യനിൽ തീർത്തു. കർണന്റെ കലി ഇളകി. നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞ ഈ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? 3 പേർക്ക് അറിയാമെന്നുള്ളത് നമ്മുടെ മാത്രം അറിവല്ലേ? ഒരു 4-മനുണ്ടെങ്കിലോ?